തുപ്പൽ തെറിപ്പിക്കാതെ പച്ച മലയാളം പഠിക്കണമെന്ന മോഹവുമായി ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വണ്ടി കയറിയത് കേരളത്തിലെ BJPയുടെ സിംഹത്തിൻ്റെ മടയിലേക്ക്. പിന്നെ സംഭവിച്ചതോ സബരം കി സിന്ദഗി നാ കഭി ഖതം കോ ജാത്തി കെ. വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. 1000 കോടിയുടെ കുംഭകോണമാണ് ഇദ്ദേഹം അറേഞ്ച് ചെയ്തത്. പക്ഷേ 300 കോടിയോ 350 കോടിയോ ഇപ്പം നിലവിൽ വന്നിട്ടുള്ളൂ. അത് പുള്ളിയുടെ കഴിവുകേടോ ആയിട്ടോ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. പക്ഷേ കോർപ്പറേറ്റ് മുതലാളി, ഏഷ്യാനെറ്റിന്റെ സ്ഥാപകൻ, BJPയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഈ നിലയിൽ അദ്ദേഹം മൗനം സ്വരമായി എന്തല്ലേ കൊച്ചു കള്ളൻ. ഇങ്ങനെയൊക്കെയായിരുന്നു ചന്ദ്രശേഖര സാറിന്റെ ജീവിതവും അഭിനയവും ഒക്കെ. താങ്കൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ലായിരുന്നെങ്കിൽ ഇത്ര ഒന്നും ഞാൻ പറയില്ല. ഏഷ്യാനെറ്റിന്റെ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മുതലാളി അഴിമതി നടത്തി അങ്ങനെ അങ്ങ് തീർന്നേനേമായിരുന്നു. ഇതിപ്പോ ഒരു ജനങ്ങളെ, ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾ ഇരിക്കുന്തോളം ആ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും കൂടെ നിങ്ങൾ കൊണ്ട് ബലിയാടാക്കി. എന്നിട്ടോ നിങ്ങൾ വാതോരാതെ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഴിമതി, മുഖ്യമന്ത്രിയുടെ മകനെതിരെ, പിന്നെ ഇപ്പൊ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പോലും നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എന്നിലുള്ള അയ്യപ്പ ഭക്തി ഉണർന്നു. ഇനിയും ഞാൻ പ്രതികരിക്കാതിരുന്നിട്ട് എന്ത്? നേരോടെ, നിരന്തരം, നിർഭയം എന്ന മുദ്രാവാക്യം മാറ്റി അഴിമതി, സൗഭാഗ്യം, സമ്പത്ത് എന്ന മുദ്രാവാക്യവുമായി ഞാനും ചന്ദ്രശേഖരൻ മുതലാളിയുടെ കൂടെ എന്നും എൻ്റെ യുവത്വം ഞാൻ നിങ്ങളിൽ സമർപ്പിക്കുന്നു. അഴിമതി നടത്തൂ, സ്വസ്ഥ ജീവിതം നയിക്കൂ, സൗഭാഗ്യം നേടൂ, സമ്പത്ത് വർദ്ധിപ്പിക്കൂ.